വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന ആയത്തിൽ ജന്നത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്വർഗം എന്നാണല്ലോ പറയാറ്. അപ്പോൾ രണ്ട് സ്വർഗം എന്നത് എങ്ങനെയാണത്? സ്വർഗത്തിലെ രണ്ട് പദവികളാണോ, അല്ലെങ്കിൽ രണ്ട് സ്വർഗം പ്രായോഗിക തലത്തിൽ അതെങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു വ്യക്തമായ അഭിപ്രായം കിട്ടിയാൽ വളരെ ഉപകാരം. വിശുദ്ധ ഖുർആനിലെ 55-ാം സൂറയായ സൂറത്തുർ റഹ്മാനിലെ 46-ാം ആയത്തായ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്നതിൻ്റെ വിവക്ഷയെക്കുറിച്ചാണ് ഒരു മാന്യ സഹോദരൻ്റെ സുആല്. നേരെ ആ വാക്കിൻ്റെ പരിഭാഷ, അതിൻ്റെ തഫ്സീർ, വലിമൻ ഖാഫ മഖാമ റബ്ബി, റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നാളെ ഹിസാബിന് വേണ്ടി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് യഥാർത്ഥ ഭയപ്പാടുണ്ടാവുകയും അതിനനുസൃതമായി ജീവിതം ശുദ്ധമാക്കുകയും ചെയ്ത വിശ്വാസിക്ക് ജന്നത്താൻ, നാളെ ആഖിറത്തിൽ രണ്ട് സ്വർഗമുണ്ട് എന്നാണ് അതിൻ്റെ വിവക്ഷ. ഇവിടെ ജന്നത്താനി എന്ന് പറഞ്ഞതിന് ബഹുമാനപ്പെട്ട ഇമാം നസഫി തങ്ങളും അബൂ സഊദ് തങ്ങളും ഒക്കെ നേരെ അവലായി നൽകുന്ന തഫ്സീർ, ജന്നത്താനി എന്നതുകൊണ്ട് വിവക്ഷ സൂറത്തുർ റഹ്മാനിൽ മനുഷ്യവർഗം, ഭൂതവർഗം എന്ന രണ്ട് വർഗത്തോടാണ് സംബോധന. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നുള്ളതിനും യാ മാശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യ ഭൂത ഇരു വർഗങ്ങളെ എന്നാണല്ലോ അവിടെ സംബോധനമുള്ളത്. അതുകൊണ്ട് തന്നെ ജന്നത്താനി എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ, ഒന്ന് ജന്നത്തുൻ ലിൽ ഖായിഫിൽ ഇൻസി, മനുഷ്യരിൽ നിന്ന് ഭയപ്പാടോടെ ജീവിച്ചവർക്കും, ഒരു സ്വർഗം ഭൂതങ്ങളിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന് ഭയപ്പാടോടെ ജീവിച്ചവർക്കും. അപ്പോൾ ഒരു സ്വർഗം മനുഷ്യർക്ക്, മറ്റൊരു സ്വർഗം ജിന്ന് വർഗത്തിന്, ഇങ്ങനെ രണ്ട് സ്വർഗം. ഇനി ഇതുകൊണ്ടുള്ള വിവക്ഷ അങ്ങനെയല്ല, ഓരോരുത്തർക്കും ലി കുല്ലി ഖായിഫിൻ, ഓരോ വിശ്വാസിക്കും ഈ രണ്ട് സ്വർഗങ്ങൾ തന്നെയുണ്ട്. അപ്പം മുസ്ലിമീങ്ങളായ മനുഷ്യരിൽ നിന്നുള്ള ഓരോ ആണിനും ഓരോ പെണ്ണിനും ഓരോ വിശ്വാസിക്കും രണ്ട് സ്വർഗമുണ്ട്, അങ്ങനെയും ഉദ്ദേശിക്കാം. അപ്പം എന്താണ് ആ പറഞ്ഞത്? കോടിക്കണക്കിന് എത്രയോ സ്വർഗങ്ങളുണ്ട്. അപ്പം പ്രത്യേകമായ ഒരു സ്വർഗം എന്നുള്ളത് കൊണ്ട് എന്താണോ വിവക്ഷ, സാധാരണ നമ്മൾ അങ്ങനത്തെ സ്വർഗങ്ങൾ തന്നെ കോടിക്കണക്കിന് ഓരോരുത്തർക്കും രണ്ട് സ്വർഗങ്ങളുണ്ട്. ഒമിന്ദൂനിമ ജന്നത്താനി, വേറെയും രണ്ട് സ്വർഗമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും മുസ്ലിമീങ്ങളായ മനുഷ്യരിൽ നിന്നും മുസ്ലിമീങ്ങളായ ജിന്നുകളിൽ നിന്നും ഓരോരുത്തർക്കും രണ്ട് സ്വർഗങ്ങളുണ്ട്, ഇങ്ങനെ ഉദ്ദേശിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും രണ്ട് സ്വർഗം എന്ന്, ഒന്ന് അവൻ്റെ വിശ്വാസപരമായുള്ള നന്മക്കുള്ള സ്വർഗം, ഒന്ന് അവൻ്റെ കർമ്മത്തിനുള്ള സ്വർഗം എന്നുദ്ദേശിക്കുന്നവരുണ്ട്. ഒരു സ്വർഗം ജിസ്മാനിയാണ്, ഒരു സ്വർഗം റൂഹാനിയാണ് എന്നുദ്ദേശിക്കുന്നവരുണ്ട്. ഒരു സ്വർഗം നന്മ പ്രവർത്തിച്ചവർക്കാണ്, അതായത് ഓരോരുത്തർക്കും രണ്ട് സ്വർഗം, ഒന്ന് നന്മ പ്രവർത്തിച്ചതിനും ഒന്ന് തിന്മ വെടിഞ്ഞതിനും, ഇങ്ങനെ വിവിധമായ ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂഫിയാക്കളിൽ നിന്നുള്ള ചിലർ അവിടെ വലിമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് ജീവിതം ശുദ്ധമാക്കിയ വിശ്വാസികൾക്കുണ്ട് ജന്നത്താനി എന്ന് പറഞ്ഞതുമുള്ള വിവക്ഷ. ഒന്ന് ദുനിയാവിലും അവന് സ്വർഗമാണ്, അതായത് യഥാർത്ഥ തവക്കുലാക്കി അള്ളാനെ പേടിച്ച് നടക്കുന്നവർക്ക് ഇവിടെയുള്ള വിഷമങ്ങളൊന്നും വിഷമങ്ങളേ അല്ല. ഏത് ദുരിതങ്ങളും അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാൽ പോലും അതെല്ലാം അവർ ലാഘവ ബുദ്ധിയ അതിനെയൊക്കെ അവർ തരണം ചെയ്യുകയും അതൊന്നും അവർക്ക് വിഷമമില്ലാത്തതുപോലെ അവർ കാണുന്നത് കൊണ്ട് അവർക്ക് ഇവിടെയും മനസ്സമാധാനമുണ്ടാകും. എന്ത് വിഷമങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അവർക്കുണ്ടോ, എന്നാലും അവർ പൂർണ്ണ മനസ്സംതൃപ്തരാണ്. അള്ളാഹുവിൻ്റെ അടിമയാണു ഞാൻ, അള്ളാഹു തആലാന്റെ നിയമങ്ങൾക്ക് വശംവദനാവേണ്ടവനാണു ഞാൻ, എനിക്ക് നൽകിയതെല്ലാം എനിക്ക് കിട്ടപ്പെടേണ്ടത് തന്നെയാണ്. ലാ റാദ്ദ മാ ഖളൈത, അള്ളാഹു തആലാന്റെ വിധികളെ തടുക്കാനില്ല. വലാ മുഅ്തിയ മാ മനഅത എന്ന് പറഞ്ഞ് യഥാർത്ഥ തവക്കുലാക്കിയ മുതവക്കിലായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ വിഷമങ്ങളും എന്തുണ്ടായാലും അതൊന്നും അവന് വിഷമങ്ങളേ അല്ല. അതെല്ലാം അവനെ തൃണവൽഗണിക്കാനും അള്ളാഹുവിൽ മാത്രം അഭയം പ്രാപിക്കാനും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവന് മനസ്സമാധാനമാണ്, പൂർണ്ണമായും സമാധാനമാണ്. അവൻ സംതൃപ്തനാണ്, അള്ളാഹുവിൽ പൂർണ്ണമായും അവൻ തൃപ്തനാണ്. ആ നിലക്ക് അവന് ഇവിടെ സമാധാനമുണ്ട്.
ആഖിറത്തിൽ ഏതായാലും ജന്നത്തും അവന് യഥാർത്ഥ സമാധാനമുണ്ട് എന്നിങ്ങനെ ദുനിയാവും ആഖിറവും അവന് ജന്നത്താണ് എന്ന്. ഈ പറഞ്ഞത് അദ്ദുന്യാ സിജുനുൽ മൂമിനി വ ജന്നത്തുൽ കാഫിരി എന്ന ആയത്തിന്റെ ഹദീസിന്റെ വിവക്ഷയ്ക്ക് എതിരല്ല. ഓരോന്നിനും അതിൻ്റെതായ വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും പൊതുവെ വലിമൻ ഖാഫ മക്കാമ, ഈ മക്കാമ റബ്ബി എന്ന് പറഞ്ഞെടുത്ത് തന്നെ ഫായിലേക്ക് ഇലാഫത്തായിട്ടും ഒക്കെ വെക്കാം. അള്ളാഹു തആല ഹിസാബിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ എന്നും, അള്ളാഹു ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, സദാ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ചിന്തിച്ച് ഭയപ്പെട്ട് ജീവിതം സംശുദ്ധമാക്കുന്നവൻ എന്നൊക്കെ മഖാമ റബ്ബിക്ക് പല തഫ്സീറുണ്ട്. ഏതായാലും റബ്ബിനെ പേടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് യഥാർത്ഥ തഖ്വയിൽ ജീവിച്ച യഥാർത്ഥ വിശ്വാസിക്ക് ആഖിറത്തിൽ ഓരോരുത്തർക്കും 2 സ്വർഗങ്ങളുണ്ട് എന്ന് തന്നെ ഇതിൻ്റെ വിവക്ഷ ഏറ്റവും അധികം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്.